അപ്പോൾ ഖുർആനിലെ ഖുൽ ഹുവല്ലാഹു സൂറത്ത് അത് ഇറങ്ങുള്ള കാരണം എന്തിരെ, പശ്ചാത്തലം എന്തിനായിട്ട് ഇവിടെ ഞങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ചയാക്കി. ഈ സൂറത്തിന് ധാരാളം മഹത്വങ്ങളുണ്ട്. ഇങ്ങനെ മുഫസ്സിരീങ്ങൾ ഖുർആൻ വ്യാഖ്യാതാക്കന്മാർ ധാരാളം പേജ് കണക്കിൽ എഴുതിയിടാം. ദുർറുൽ മൻസൂറിൽ ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുമുല്ലാഹ് ധാരാളം എഴുതിയിട്ട് അവിടെ ചെന്തു മൻ ഖറഅ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസ് കൊണ്ടുകൊണ്ട് മൻ ഖറഅ കുല്ല യൗമിൻ മിഅതൈ മറ, ഒരാള് എല്ലാ ദിവസം 200 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു സൂറത്ത് ഓതിയെങ്കിൽ അവനക്ക് 1500 നന്മ എഴുതുകയും 50 വർഷകാലത്തെ അവന്റെ ദോഷങ്ങൾ പൊറുക്കു കൊടുക്കുകയും ചെയ്യും ചെന്നിട്ടാണ് ഹദീസിൽ കണ്ടത്. അതുപോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തബൂക്ക് യുദ്ധത്തിന് പോയ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ചൊല്ലു, യാ മുഹമ്മദ് ഇഷ്ഹദ് ജനാസത മുആവിയത ഇബ്നു മുആവിയത്തുൽ മുസ്നി, മുആവിയത്തുൽ മുസ്നി റളിയല്ലാഹു അൻഹുടെ ജനാസത്തുക മയ്യത്ത് പരിപാലനത്തുക മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങൾ പോറുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ചൊന്നപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുആവിയ റളിയല്ലാഹു അൻഹുടെ ജനാസ വിഷയത്തുക്ക് കൊണ്ടു. അങ്ങനെ പോയിട്ടാകുമ്പോൾ അവിടെ നോക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം 700 മലക്കുമാറുമായിട്ട് അവിടുത്തെ ജനാസ നിസ്കാരത്തിൽ വന്നിട്ട്, എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം മുത്തുനബിയിലേക്ക് ചൊല്ലുന്നു, നബിയെ ആ മുആവിയ റളിയല്ലാഹു അൻഹുടെ ജനാസത്തുക്ക് ഇമാമത്ത് നിൽക്കറു നബിയെ എന്ന് ചെന്നപ്പോൾ മുത്തുനബി ഇമാമത്ത് നിന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ജിബ്രീലിലേക്ക് കേൾക്കിട്ട്, മാ ബല്ലഗ മുആവിയത്തു ഇബ്നു മുആവിയത്തുൽ മുസ്നി ഹാദിഹിൽ മൻസില, ഈ വലിയ സ്ഥാനം മുആവിയത്തുൽ മുസ്നിക്ക് കിട്ടുള്ള കാരണം എന്തിനാണ്ട് കേട്ടപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം சொன்ன ആൻസർ, ആ മനുഷ്യന് എപ്പോഴും അയാളെ ഇരുത്തത്തിലും നിർത്തത്തിലും നടത്തത്തിലും വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ അയാൾ ഖുൽ ഹുവല്ലാഹു സൂറത്ത് ഓതിക്കൊണ്ടിരുന്നത്, അതുകൊണ്ടാണ് അയാൾക്ക് അത്ര വലിയ സ്ഥാനം കിട്ടിയിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെറ്റിയെ ചെന്നിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ധാരാളം മഹത്വമുണ്ട്. ഒരാൾ നിസ്കാരത്തിന് ശേഷം 10 പ്രാവശ്യം, ഫർദ് നിസ്കാരത്തിന് ശേഷം 10 പ്രാവശ്യം ഈ സൂറത്ത് ഓതിയെങ്കിൽ ഔജബല്ലാഹു ലഹു റിദ്വാനഹു വമഗ്ഫിറതഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തൃപ്തി അവനക്ക് ഉറപ്പായിട്ട് നിർബന്ധമായിട്ട് അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് പാപമോചനം അവനക്ക് ഉറപ്പായിട്ട് എന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടത്. ഒരു സ്വഹാബി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളേറ്റി വന്നു ചൊല്ലു, നബിയെ ഇന്നി വഹിബ്ബു ഹാദിഹി സൂറത ഖുൽ ഹുവല്ലാഹു അഹദ്, നബിയെ ഈ ഖുൽ ഹുവല്ലാഹു സൂറത്തുണ്ടല്ലേ, ഇഖ്ലാസ് സൂറത്തുണ്ടല്ലേ, കേവലം 4 ആയത്തുള്ള ഈ സൂറത്തുണ്ടല്ലേ നബിയെ, അതിനെ ನಾನು നല്ലോണം ഇഷ്ടപ്പെക്കടെ നബിയെ എന്ന് ചെന്നപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിക്ക് കൊടുത്ത ആൻസർ, ഹുബ്ബുക ഇയ്യാഹ അദ്ഖലകൽ ജന്ന, നിന്റെ ഈ സൂറത്തിലേക്കുള്ള ഈ പിർസപ്പാടുണ്ടല്ലേ അത് നിന്റെ സ്വർഗത്തിലേക്ക് കടത്തിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ധാരാളം മഹത്വമാണ് ഈ സൂറത്തിലുള്ള. അത് എന്നെ ചൊന്നെങ്കിൽ ഒരുപാട് ക്ലാസ്സിൽ അത് ഞങ്ങൾ ചൊല്ലേണ്ടി വരും. ഇൻഷാ അല്ലാഹ് ഞാൻ ആ വിഷയം കൂടെ നിപ്പാട്ടിട്ട് ഇനി നമുക്ക് ബാക്കി 2 സൂറത്ത് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് സൂറത്തിനെ നെക്സ്റ്റ് ക്ലാസ്സിൽ വിശദീകരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് തരട്ടെ. ഈ സൂറത്തിലെ മഹത്വം മനസ്സിലാക്കി അത് കൊണ്ട് നടക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഇലാ ഹദ്റത്തി സയ്യിദനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഞങ്ങൾ ഫാത്തിഹ സൂറത്ത് ചൊന്ന വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചു തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ.